السلام عليكم ورحمة الله. أحبائي، كيف أنتم؟ ما شاء الله. طيب، زين، الحمد لله. نعم، قد فهمنا في حصة الماضية مساكن الطيور والحيوانات. مساكن الطيور والحيوانات هذا كتبنا في الكتاب. نعم، നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പ്രകാരം തുയൂറുകളുടെയും ഹയവാനാത്തുകളുടെയും മസ്കനുകളെക്കുറിച്ച്, ബൈത്തുകളെക്കുറിച്ച് മനസ്സിലാക്കി അവയെ എഴുതേണ്ട സ്ഥാനത്ത് നമ്മൾ എഴുതി വെച്ചു. പിന്നെ ചില വാചക ഘടനകൾ പൂർത്തീകരിച്ച് വാക്യത്തിൽ നമ്മൾ ഉപയോഗിച്ചു അല്ലേ? ഉദാഹരണത്തിന് ഒരു ബഖറ ഹളീറയിൽ നിൽക്കുന്നു, മനസ്സിലാക്കിയല്ലോ. ഇനി ബഖറ അത് പശു പെണ്ണായതുകൊണ്ട് യഖിഫു എന്നതിന് പകരം യാന് പകരം ത ആണ് ഉപയോഗിക്കുക. അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തഖിഫു, യദ്ഹബു, തസ്ഹബു, ഇത് വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അപ്പുറത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു പദ്യത്തിലേക്കാണ് പോകുന്നത് അല്ലേ? നല്ല ഭംഗിയുള്ള, നല്ല ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു പദ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പോവാണ്. എന്തിനെക്കുറിച്ചായിരിക്കും ഈ പദ്യം? എന്തിനെക്കുറിച്ചായിരിക്കും? ആ ചിത്രം നോക്കിയേ, 16-ാമത്തെ പേജിലെ ചിത്രമൊന്ന് നോക്കിയേ. നമ്മളെ പുസ്തകത്തിലെ ഒരു വാദിയുടെ ചിത്രം അവിടെ കാണുന്നുണ്ട് അല്ലേ? വാദിയുടെ വേറെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ കാണുന്നത് പോലെ അല്ലേ? വേറെ വേറെ ചിത്രങ്ങൾ വാദിയുടെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ വാദിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ ലൈവായിട്ട് വാദി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വാദിയെക്കുറിച്ച്, നമ്മുടെ റായി പോയ വാദിയെക്കുറിച്ച് അവൻ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതയാണ്, ഒരു പദ്യം. ഓക്കെ, നല്ല ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന കഴിവുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ പദ്യം പല ആവർത്തി നമ്മൾ അത് കേൾക്കുകയും വായിക്കാൻ പഠിക്കുകയും ശേഷം നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറിന് അത് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. തയ്യാറാണല്ലോ? അപ്പോൾ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട്, നല്ല വൃത്തിയായിട്ട് ചിലപ്പോൾ പാടാൻ കഴിയണമെന്നില്ല. എങ്കിലും എന്ത് ചെയ്യണം? ആ പദ്യം നല്ല വൃത്തിയായിട്ട് വായിക്കാൻ പഠിക്കണം. അതിനുമപ്പുറം ഈ പദ്യത്തിൽ നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറേ വേർഡുകൾ, കുറേ വാക്കുകളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകളുടെയൊക്കെ ജംഅ്, എന്താ ജംഅ് എന്ന് പറഞ്ഞാൽ? പ്ലൂറൽ, ബഹുവചന രൂപം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബഹുവചനമാണെന്ന് മനസ്സിലാക്കണം. ഏകവചനം, മുഫ്രദ് ഇന്നതാണ് എന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ പദ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച കുറേ നല്ല മുന്നേ പഠിച്ച വാക്കുകൾ നമുക്ക് കേൾക്കും. അവയെ മനസ്സിലാക്കി വെക്കണം. എന്തിനാണെന്നറിയോ? തൊട്ടപ്പുറത്ത് നമുക്ക് ഈ പദ്യവുമായി ബന്ധപ്പെട്ടൊരു വർക്ക് വരാനുണ്ട്. പദ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വർക്ക് വരാനുണ്ട് അടുത്ത പേജിൽ. ഇപ്പോഴല്ല, മനസ്സിലായോ? 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള വർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപകാരപ്പെടുന്ന വാക്കുകൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം. റെഡിയല്ലേ? ആണല്ലോ? ശരി, എങ്കിൽ നമുക്ക് ആ പദ്യത്തിലേക്കൊന്ന് പോയാലോ? പദ്യം ഒന്ന് പാടി നോക്കിയാലോ? ഞാൻ 1-2 ഈണത്തിൽ ഇത് പാടിത്തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര ഈണത്തിൽ നിങ്ങൾക്ക് പാടാൻ പറ്റുമോ, എത്ര രീതിയിൽ പാടാൻ സാധിക്കുമോ അത്രയും രീതിയിൽ നിങ്ങളിത് പാടി റെക്കോർഡ് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം.
റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ശരി, ഒന്നാമത്തെ വരി ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മളെ പദ്യത്തിൻ്റെ പേരാണ് ലഹ്നുൽ കൗൻ. ലഹ്നുൽ കൗൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ആ പദ്യത്തിൻ്റെ ഒന്നാമത്തെ വരി നമ്മൾ പാടുകയാണ്. റെഡി? മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വന്നുവാറു. പാടി നോക്കാം. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വന്നുവാറു. ബുദ്ധിമുട്ടുണ്ടോ? പാടി നോക്കാം, ഒന്ന് പാടിക്കേ. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വന്നുവാറു. ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് പാടി വെക്കാം. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വന്നുവാറു. ഓക്കെ, ഇനിയോ കാക്കേ കാക്കേ കൂടെ ഇവിടെ ആ രീതിയിൽ പാടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വരികൾ പാടി അവതരിപ്പിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പരിചയമുള്ള വാക്കുകൾ നോക്കിയേ. ഈ രണ്ട് വരിയിൽ ഏതാണ്? അസ്ഹാർ. നഅം, അസ്ഹാർ. സഹ്റുൻ, അസ്ഹാറുൻ. നഅം, സഹ്റുൻ, അസ്ഹാറുൻ. യെസ്. വശത്തു വൽ അൻഹാറു ശത്തുൻ, തീരം. നഅം, അൻഹാർ. നെഹ്റുൻ, നെഹ്റുൻ. പഠിച്ചിട്ടില്ലേ? 3ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നെഹ്റ്. എന്താ നെഹ്റ്? പുഴ അല്ലേ? റിവർ. നഅം. അൻഹാർ, അൻഹാർ നെഹ്റിൻ്റെ ജംആണ് അൻഹാർ. സഹ്റിൻ്റെ ജംആണ് അസ്ഹാർ. ഓക്കെ. ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വന്നുവാറു. നുവാർ നൗറിൻ്റെ ജംഅ്. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. തൊട്ടടുത്ത പേജിലുള്ള വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത വരി നോക്കിയേ. അടുത്ത വരിയിലേക്ക് പോകാം. ഇനി അടുത്ത വരി നോക്കിയേ. വറൗദു മുസ്ദാനുൻ വദ്ദില്ലു വൽ അശ്ജാറു. വറൗദു മുസ്ദാനുൻ വദ്ദില്ലു വൽ അശ്ജാറു വശംസു ഫി ഫലകിൻ വന്നജ്മു വൽ അഖ്മാറു. നഅം, എൻ്റെ കൂടങ്ങൾ പാടി നോക്കണം കേട്ടോ. ഓക്കെ. വറൗദു മുസ്ദാനുൻ വദ്ദില്ലു വൽ അശ്ജാറു വശംസു ഫി ഫലകിൻ വന്നജ്മു വൽ അഖ്മാർ. അല്ലെങ്കിൽ വന്നജ്മു വൽ അഖ്മാറു. ഇവിടെയോ പരിചയമുള്ള ഏതെങ്കിലും വാക്കുകൾ നോക്കിയേ, പഠിച്ച വാക്കുകൾ. നാം അസ്ജാർ. അസ്ജാർ. എന്താ അസ്ജാർ? ഷജർ, ഷജറത്തുൻ. അതിൻ്റെ ജംഅ് അല്ലേ? ഷജറുൻ, അസ്ജാറുൻ. ഓക്കെ. അടുത്തതോ ഷംസ്. നഅം, വശംസു ഫി ഫലകിൻ. ഫി ഫലകിൻ വന്നജ്മു വൽ അഖ്മാറു. എന്താ നജ്മ്? നജ്മ് സ്റ്റാർ. നഅം. ഖമർ. എന്താ ഖമർ? ഖമറുൻ ചന്ദ്രൻ അല്ലേ? ഓക്കെ. അപ്പം വറൗദു മുസ്ദാനുൻ വദ്ദില്ലു വൽ അശ്ജാർ. നഅം. വശംസു ഫി ഫലകിൻ വന്നജ്മു വൽ അഖ്മാറു. അടുത്ത ലൈൻ വളരെ
ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും പഠിക്കേണ്ട, ഒരു 3 ദിവസം എടുത്തോളൂ, എന്നിട്ട് പഠിച്ചാൽ മതി. ആദ്യത്തെ 2 ലൈൻ ഒരു ദിവസം പഠിക്കുക, അടുത്ത ഒരു 4 ലൈൻ ഒരു ദിവസം പഠിക്കുക, അടുത്ത 2 ലൈൻ, അങ്ങനെ എല്ലാം കൂടെ 8 ലൈനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് വൃത്തിയായിട്ട് പഠിച്ച് 2-3 ദിവസം കൊണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ശരി. മാ അജ്മലദ്ദുന്യാ ഫീഹാ സ്വാബൽ മിഅ്താറു. മാ അജ്മലദ്ദുന്യാ, വച്ചോക്കെ, മാ അജ്മലദ്ദുന്യാ ഫീഹാ സ്വാബൽ മിഅ്താർ. മിഅ്താർ. മാ അജ്മലദ്ദുന്യാ ഫീഹാ സ്വാബൽ മിഅ്താറു. അടുത്തത് അൽഹാനുഹാ തസ്രീ തസ്ദു ബിഹൽ അത്യാർ. അൽഹാനുഹാ തസ്രീ. അൽഹാൻ ലഹ്നുൻ, ലഹ്നുൻ, അൽഹാനുൻ. അൽഹാനുഹാ തസ്രീ തസ്ദു ബിഹൽ അത്യാർ. എന്താ? ത്വയ്റുൻ, ത്വയ്റുൻ, തുയൂറുൻ, അത്യാറുൻ. നഅം, അതൊക്കെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ത്വയ്റിൻ്റെ അർത്ഥം അറിയില്ലേ? ബേഡ്. ത്വയ്റുൻ, അത്യാറുൻ. ഇനി അവസാനത്തെ 2 ലൈന് നോക്കിയേ. അവസാനത്തെ 2 ലൈന് എന്താണ്? ഹുസ്നുൻ അലാ ഹുസ്നിൻ ഫൈളും മിനൽ ഇബ്ഹാർ. ഹുസ്നുൻ അലാ ഹുസ്നിൻ ഫൈളും മിനൽ ഇബ്ഹാർ ഖദ് സ്വാഗഹു റബ്ബി. റബ്ബുൻ, റബ്ബുൻ. ഖദ് സ്വാഗഹു റബ്ബി അൽ ഖാലിഖുൽ ഖഹാർ. ഖദ് സ്വാഗഹു റബ്ബി അൽ ഖാലിഖുൽ ഖഹാർ. നഅം, ഹുസ്നുൻ അലാ ഹുസ്നിൻ ഫൈദുൻ മിനൽ ഇബ്ഹാർ ഖദ് സ്വാഗഹു. സ്വാദ് ഗൈൻ സ്വാഗ, സ്വാഗഹു റബ്ബി അൽ ഖാലിഖുൽ ഖഹാർ. നഅം, ഈ പദ്യം എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഓരോ ലൈന് പഠിച്ച് വളരെ നല്ല ഈണത്തിൽ, നിങ്ങൾക്ക് എത്ര രീതിയിലാണോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്ര രീതിയിൽ നിങ്ങൾക്ക് പാടാൻ പറ്റുമോ അത്ര രീതിയിലും പാടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ആദ്യം മുതൽ അവസാനം വരെ ഒന്നും കൂടെ നമ്മൾ കേൾക്കുക, എന്നിട്ട് വൃത്തിയായിട്ട് അത് പാടി നോക്കുക. ഓക്കെ, ഓക്കെ. ലഹ്നുൽ കൗൻ മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു. കൂടെ പാടണേ, കൂടെ പാടണേ. ഓക്കെ. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി വൽ ഉസ്ബു വൻ നുവാറു. അടുത്തത് വറൗദു മുസ്ദാനുൻ വല്ലില്ലു വൽ അസ്ജാറു വശംസു ഫി ഫലകിൻ വന്നജ്മു വൽ അഖ്മാറു. നഅം, അടുത്ത നോക്കിയേ. മാ അജ്മലദ്ദുന്യാ ഫീഹാ സ്വാബൽ മിഅ്താറു അൽഹാനുഹാ തസ്രീ തസ്ദു ബിഹൽ അത്യാറു. ഹുസ്നുൻ അലാ ഹുസ്നിൻ ഫൈളും മിനൽ ഇബ്ഹാരി ഖദ് സ്വാഗഹു റബ്ബി അൽ ഖാലിഖുൽ ഖഹാറു. റെഡി അല്ലേ? ഓക്കെ. ഇതേ രീതിയിൽ വേറെ വ്യത്യസ്ത രീതിയിലൊക്കെ നിങ്ങൾ പാടിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല വൃത്തിയായിട്ട് പാടി അയച്ചു കൊടുക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.